ഹായ് വെൽക്കം ടു റിസോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ സാലറി കമ്പോണൻസ് അഥവാ ഗ്രോസ് സാലറീസ് ഇതെല്ലാം എങ്ങനെ ബൾക്കായിട്ട് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ്. അതിനായി ഫസ്റ്റ് നമ്മൾ പേറോൾ മൊഡ്യൂളിലെ സാലറി മാനേജ്മെൻറ്റ് എന്നുള്ള മെനുവിൽ ഓപ്പൺ ചെയ്യേണ്ടതാണ്. വൺസ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ ഒരു അപ്ലോഡ് എന്നുള്ളൊരു ബട്ടൺ. വൺസ് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഗ്രോസ് സാലറി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ സാലറി കമ്പോണൻസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗ്രോസ് സാലറിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വൺസ് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ബ്രാഞ്ചിലെ ഗ്രോസ് സാലറിയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഒരു ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. വൺസ് ബ്രാഞ്ച് സെലക്ട് ചെയ്യാം. നമുക്ക് എംപ്ലോയീസിന് വേണമെങ്കിൽ ഒരു സിംഗിളായിട്ട് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ എംപ്ലോയീസിനും വേണമെങ്കിൽ അത് നമുക്ക് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാം, ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. പിന്നെ നെക്സ്റ്റ് നമുക്ക് സാലറി സ്ട്രക്ചർ, ഏത് സാലറി സ്ട്രക്ചറിലാണ് നമുക്ക് ഗ്രോസ് സാലറി അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വൺസ് സാലറി സ്ട്രക്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ടെംപ്ലേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എക്സൽ ഷീറ്റ് ഡൗൺലോഡ് ആയി വരുന്നതാണ്. ആൻഡ് ഈ എക്സൽ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കറന്റ് ആ ബ്രാഞ്ചിലെ എംപ്ലോയിയുടെ ഈ സ്ട്രക്ചറിൽ സാലറി സ്ട്രക്ചറിൽ തന്നെ എംപ്ലോയിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ആളുടെ മന്ത്ലി ഗ്രോസ് സാലറി ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ന്യൂ ഗ്രോസ് സാലറി അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ വാല്യൂ ഇവിടെ എഡിറ്റ് ചെയ്താൽ മതി. അതല്ല ഈ എംപ്ലോയിയുടെ സാലറി സ്ട്രക്ചർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ന്യൂ സാലറി സ്ട്രക്ചർ കോഡ് എഡിറ്റ് ചെയ്താൽ മതി. ഇതിനെല്ലാം നമുക്കിവിടെ ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളൊരു ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്കിയുള്ള സാലറി സ്ട്രക്ചറിന്റെ കോഡ് കാണാൻ പറ്റും. അതേപോലെ ഏതൊക്കെ ഫീൽഡ് മാൻഡേറ്ററി ആണ്, ഏതൊക്കെ ഫീൽഡിൽ എങ്ങനെയാണ് വാല്യൂസ് എൻട്രി ചെയ്യണത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻസിൽ ജസ്റ്റ് നോക്കിയാൽ മതി. വൺസ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സേവ് ചെയ്യാം. പിന്നെ ജസ്റ്റ് ഈ അപ്ലോഡ് ബട്ടണിൽ നമുക്ക് നമ്മുടെ ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ എഡിറ്റ് ചെയ്ത വാല്യൂസ് ആയിട്ട് റീപ്ലേസ് ആയിക്കോളും, ഓൾഡ് വാല്യൂസ്. നെക്സ്റ്റ് നമുക്ക് സാലറി കമ്പോണൻസ് ആണ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ സാലറി കമ്പോണൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സെയിം ബ്രാഞ്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അതേപോലെ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ സിംഗിളായിട്ട് വേണമെങ്കിൽ എംപ്ലോയിനെ സെലക്ട് ചെയ്യണം, അതല്ല എല്ലാ എംപ്ലോയീസും വേണമെങ്കിൽ ഓൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ട സാലറി സ്ട്രക്ചർ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ സാലറി സ്ട്രക്ചറിൽ ഉള്ള എല്ലാ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും വൺസ് ഈ എക്സൽ ഷീറ്റ് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന എല്ലാ കമ്പോണൻസും ഇവിടെ ലിസ്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത സാലറി സ്ട്രക്ചറിലെ കമ്പോണൻസ് ഏതാണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ഈ ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സാലറി സ്ട്രക്ചറിൽ ഏതൊക്കെയാണ് ഇവരുടെ കമ്പോണൻസ് വന്നേക്കണം എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ 45 എന്നുള്ള സാലറി സ്ട്രക്ചർ കോഡുള്ള സാലറി സ്ട്രക്ചറിന് ഏതൊക്കെ കമ്പോണൻസ് ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ബേസിക് HR DA ഇത് മൂന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ 3 കമ്പോണൻസ് മാത്രം അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. വൺസ് ഇതെല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നേരത്തെ സെയിം പറഞ്ഞ പോലെ ഇവിടെ അപ്ലോഡ് ബട്ടണിൽ വരിക, നമ്മൾ എഡിറ്റ് ചെയ്ത ഫയൽ സെലക്ട് ചെയ്യുക, ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾഡ് വാല്യൂസ് റീപ്ലേസ് ആയി ന്യൂ വാല്യൂസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയാണ് സാലറി അപ്ലോഡിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.